എൻ്റെ ഓരോ പ്രായത്തിലും എനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഐ മീൻ എൻ്റെ ഏജിന്റെ ഓരോ സ്റ്റേജിലും ഞാൻ സിനിമയിലുണ്ട്. പാർട്ട് 1 തന്നെ ആ ഒരു സ്റ്റോറിയിൽ ഒരു 3-4 വേർഷൻ ഉണ്ടായിരുന്നു. പാർട്ട് 2 അതുപോലെ ഒരു 3-4 ഐഡിയാസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏതെന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്തിട്ടില്ല. കൂടുതൽ കഷ്ടപ്പെട്ട ചിത്രമാണ്. ആർക്കൊക്കെ ഞാൻ എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം, ഏത് തിയേറ്ററിനൊക്കെ പോകുമ്പോൾ ഞങ്ങള് സാധാരണ നമ്മൾ തിയേറ്ററിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ചില ആളുകൾ ജിത്തുവിനെയും കൂട്ടി നമുക്ക് ആ റൈറ്റിംഗ് സ്റ്റേജിൽ കിട്ടുന്ന കിക്ക് അതാണ് ഫസ്റ്റ് ജഡ്ജ്മെന്റ്. അപ്പോൾ അതെപ്പോഴും നമ്മൾ എഴുതി വരുമ്പോഴാണ് കിട്ടുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സ്വന്തമായിട്ട് 1-2 പരിപാടികളെങ്കിലും സ്വന്തമായിട്ട് എഴുതി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിനാണ് പോകുന്നത്. ഞാൻ സത്യം പറയാം, സംഭവം കണ്ടിട്ട് നിന്റെ ഒന്നിൽ കൂടുതൽ കൈകൾ പോയി. പൊതുവെ സിനിമകൾ റിലീസ് ചെയ്യാൻ മടിക്കുന്ന ഈ ഓഫ് സീസൺ കാലത്ത് റിലീസ് ചെയ്ത് ഹിറ്റ് അടിച്ചിട്ടുള്ള സംഭവം അധ്യായം 1 എന്ന സിനിമയുടെ ഡയറക്ടർ ജിത്തു, ആക്ടർ വിനീത് കുമാറാണ് എൻ്റെ കൂടെ ഉള്ളത്. ഹൈ. ഓക്കെ, അപ്പൊ എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചേട്ടൻ്റെ അടുത്താണ്. അതായത് ഈ ടൈം ട്രാവൽ ചെയ്യുന്ന സിനിമകൾ മലയാളത്തിൽ അങ്ങനെ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മലയാളത്തിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പൊ അത് ചെയ്യാനുള്ള ഒരു ധൈര്യം എങ്ങനെയാണ് വന്നത്? ധൈര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടുത്തെ ഓഡിയൻസ് വേൾഡ് സിനിമ അവരെ എക്സ്പ്ലോർ ചെയ്തിരിക്കുകയാണ്. അവരിപ്പോൾ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും എല്ലാം പുറത്തുള്ള സിനിമകൾ ഇഷ്ടംപോലെ സിനിമകൾ കണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ചുരുളി ആ ഒരു കൈൻഡ് ഓഫ് സിനിമയാണ്. അപ്പൊ ആ സിനിമയ്ക്ക് കിട്ടിയ ആക്സെപ്റ്റൻസും നമുക്കറിയാവുന്നതാണ്. അപ്പൊ തിയേറ്ററിക്കലി അങ്ങനെ ഒരു സിനിമ നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്നുള്ളൊരു ധൈര്യത്തിലാണ് ചെയ്തത്. വേറെ ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടാണോ? ഉറപ്പായിട്ടും എനിക്ക് ഈ പറഞ്ഞ ജോണറിൽ വരുന്ന സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ട്രയാങ്കിൾ, ടൈം ക്രൈംസ്, അതേപോലെ എഡ്ജ് ഓഫ് ടുമാറോ, ആ കൈൻഡ് ഓഫ് സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്തതാണ്. ഇനിയിപ്പം വിനീതേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വടക്കൻ വീരഗാഥ മുതൽ ഇപ്പോൾ സംഭവം അധ്യായം 1 വരെ എത്തി. അപ്പോൾ ആ സമയത്ത് കുട്ടിയായിരുന്ന സമയത്ത് അഭിനയിച്ചതൊക്കെ ഓർമ്മ ഉണ്ടോ, അല്ലെങ്കിൽ ആ സമയത്ത് സെറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ ഇപ്പോൾ ഓർമ്മ ഉണ്ടാവണമെന്ന് പോലും ഇല്ല. അപ്പോൾ ഇതും നന്നായിട്ട് ട്രാവൽ ചെയ്തിട്ടാണല്ലോ ഇപ്പം ഈ ഒരു ക്യാരക്ടറിൽ നിൽക്കുന്നത്. അപ്പോൾ ടെക്നിക്കൽ, ഡയറക്ഷൻ, അങ്ങനെ എല്ലാത്തിലും മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ടാവും. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ഞാൻ ആ വടക്കൻ വീരത കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അഭിനയിക്കുന്ന സംഭവമല്ല. അതിന്റെ ഇടയിൽ കുറേ സിനിമകൾ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ അവിടെ തൊട്ട് ഇവിടെ വരെയുള്ള മാറ്റം വളരെ ഗ്രാജുവൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം അഭിനയിക്കുന്ന സമയത്തുള്ള ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഈ പറയുന്ന ഹാരിയുടെ തന്നെ 2C എന്ന് പറയുന്ന ക്യാമറയുണ്ട്. അതിലാണ് ഫസ്റ്റ് പടം ഞാൻ അഭിനയിക്കുമ്പോൾ. അതിന്ന് മാറി പിന്നെ ഹാരി 3 ആയിരുന്നു. അന്ന് അറിയില്ലല്ലോ. അന്ന് കുട്ടിയാവുമ്പോൾ നമ്മളെ ആക്ച്വലി അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് കുറെയൊക്കെ ക്യാമറയെ കുറിച്ചിട്ടുള്ള ധാരണയുണ്ട്. നമുക്ക് സിനിമ ക്യാമറകൾ അറിയില്ല. പക്ഷെ ഞാൻ പിന്നെ കുറച്ചുകൂടെ വളർന്ന് എൻ്റെ ഓരോ പ്രായത്തിലും എനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഐ മീൻ എൻ്റെ ഏജിന്റെ ഓരോ സ്റ്റേജിലും ഞാൻ സിനിമയിലുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു 2-3 വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ടാവും, പിന്നെ ഞാൻ സിനിമയിലുണ്ടാവും. അപ്പോൾ ഈ സിനിമയുടെ ഒരു ടെക്നിക്കൽ സൈഡിലുള്ള ഒരു പ്രോഗ്രഷൻ ആയാലും ടെക്നീഷ്യൻസിന്റെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു നമ്മുടെ ആ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്ന് പറയാം, ആ ഒരു അതൊക്കെ മാറുന്നത് നമ്മൾ അറിഞ്ഞിങ്ങനെ മെല്ലെ മെല്ലെ അതിന്റെ കൂടെ തന്നെ വളർന്നതുകൊണ്ട് എനിക്കതൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സഡൻ ചേഞ്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അഭിനയിക്കുമ്പോൾ വടക്കൻ വീരഗാഥ ആ സിനിമയിലൊക്കെ ഉള്ള സമയത്ത് ഉള്ള എന്തെങ്കിലും ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഡയറക്ടർ ഒരു ആക്ഷൻ പറഞ്ഞതെങ്കിലും ഓർമ്മയുണ്ടോ? അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ 3 വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും ശരിക്കും ഇപ്പം നടന്ന പോലെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. കാർ ഓടിച്ച് ബാംഗ്ലൂരിൽ അതല്ല അല്ല, ഞാൻ കാര്യമായിട്ട് വെച്ചാ. അപ്പോൾ ഓർമ്മയുണ്ടോ ആ സെറ്റിൽ നടന്ന എന്തെങ്കിലും ഒരു കാര്യം? ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഐ മീൻ ചില കാര്യങ്ങളൊന്നും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോൾ വടക്കൻ വീരാതെ റിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ അന്ന് അഭിനയിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്നപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും ഓർത്തെടുക്കുന്നത്. ആ ശരിയാണ്, അന്ന് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നീ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ. അത് ഭയങ്കര രസമായിരുന്നു. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അത് പലപ്പോഴും ഐശ്വര്യ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സ്കൂൾ റീയൂണിയൻ ഒക്കെ പോകുന്ന സമയത്ത് അല്ലേ, നമ്മൾ എല്ലാവരും പെട്ടെന്ന് ആ ഒരു ഏജിലേക്ക് വന്നിട്ട് ആ ഒരു മാനസിക നിലയിലായിരിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ നമ്മുടെ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട്, കോളേജ് റീയൂണിയന് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു എനർജി, ആ ഒരു വൈബും കിട്ടും. അതേപോലെ ആയിരുന്നു വടക്കൻ വീരാതയുടെ സമയത്തുള്ള ഓർമ്മകളൊക്കെ നമുക്ക് റീകലക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. അങ്ങനെ ഓരോ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ചില നമ്മുടെ കോർ മെമ്മറിയിൽ നിൽക്കുന്ന ചില ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ജിത്തു ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഷോർട്ട് ഫിലിമിന്ന് ഇപ്പൊ ഒരു സിനിമ വലിയൊരു മാറ്റമാണല്ലോ. അപ്പോൾ അതിന്ന് ആ ഒരു ക്രിയേറ്റീവായിട്ട് ചേട്ടൻ അത് വേറെ രീതിയിൽ വർക്കൗട്ട് ചെയ്തോ? ഷോർട്ട് ഫിലിമിൽ നിന്ന് ഇതിലേക്ക് വരുമ്പം ഒരുപാട് വർക്കൗട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ലേ? അപ്പോൾ അത് എങ്ങനെയാ ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിച്ചത് എന്താണ്? ഇപ്പോൾ ഷോർട്ട് ഫിലിം എടുക്കുമ്പോൾ കുറച്ച് ടീം മെമ്പേഴ്സിനെ മാനേജ് ചെയ്താൽ മതി, ഇത് ഇത്രയും പേരെ മാനേജ് ചെയ്യണം, അതും കാട് പോലെയുള്ള ഒരു സെറ്റില്ലേ.
അപ്പൊ അതെന്താ പറയാ? അല്ല, മാനേജ്മെന്റ് ഉറപ്പായിട്ട് ഇപ്പൊ ഷോർട്ട് ഫിലിംസിൽ നിന്ന് നമുക്ക് തന്നെ അതിന്റെ ഒരു ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വേണേൽ പറയാം. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ എൻ്റെയർ പരിപാടി എൻ്റെയർ പ്രോസസ്സിലൂടെ നമ്മൾ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ സെറ്റിൽ എന്താ പറയാ, ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നതടക്കം എല്ലാ പരിപാടിയിലൂടെ നമ്മൾ കയറി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാനേജ്മെന്റ് സ്കിൽസ് നമുക്ക് ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്തോടെ നമുക്ക് അത് അതിന്റെ ഒരു ബേസ് കിട്ടും. പിന്നെ ഞാൻ ബാങ്കിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഞാൻ HDFC ബാങ്കിൽ ഒരു സെയിൽസ് കോർഡിനേറ്റർ ആയിരുന്നു. നമുക്ക് ആ ഒരു സ്റ്റേറ്റ് ഫുള്ള് ആൾക്കാരെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി അവിടെ തൊട്ടേ നമുക്ക്. അപ്പൊ ആ ഒരു പരിപാടി ഓക്കെ, അത് കിട്ടിയെന്ന് പറയാം. പിന്നെ ക്രിയേറ്റീവ്ലി പറയുമ്പോൾ ഇപ്പോൾ ഉറപ്പായിട്ടും ഷോർട്ട് ഫിലിമിനെ ബേസ് ചെയ്ത് എടുത്തൊരു സിനിമ തന്നെയാണ്. അപ്പൊ ഷോർട്ട് ഫിലിമിന്റെ കുറെ എലമെന്റ്സ് അതേപോലെ തന്നെ സിനിമയിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മള് അവിടെ ട്രൈ ചെയ്തത് ഷോർട്ട് ഫിലിംസ് കണ്ടിട്ട് സിനിമ കാണുമ്പോൾ ഓക്കെ ഇത് അത്ര ഇല്ലല്ലോ എന്നൊരു കമന്റ് വരാൻ പാടില്ല. അപ്പൊ ബോധപൂർവം തന്നെ ഷോർട്ട് ഫിലിമിലുള്ള ആ സീനുകൾ അതിനേക്കാൾ മികച്ചതാക്കാൻ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഒരു കാര്യം കൂടി കുട്ടിക്കാലത്ത് ചോദിക്കാനുണ്ട്. അതായത് നമ്മള് ഈ സിനിമയിലെ ചെറുപ്പത്തിലേ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എനിക്ക് ഇങ്ങനെയാണോ അതെനിക്ക് ഞാൻ അത് കുറെ ആരടുത്തെങ്കിലും ചോദിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പറ്റിയ ഒരാളെ കിട്ടിയപ്പോ ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. അതായത് നമ്മള് കുട്ടിയായിട്ട് അഭിനയിക്കുമ്പോ ആ ഒരു മുഖമായിരിക്കും. സംഭവം അധ്യായം 1 2026 നീ ഇനി സിനിമ കണ്ടിട്ട് 90s പോയോന്നതാണ്. പടം കണ്ടോ? പടം ഞാൻ കണ്ടു. അതാണ് പ്രശ്നം. അപ്പൊ നീ ടോട്ടലി ഇപ്പൊ ഇതിലല്ല ഉള്ളത്. ഞാൻ അവിടെയാണ് 89-ലാണ് നിൽക്കുന്നത്. വടക്കൻ വീരാതെ 89-ലാ. ട്രാവൽ ഇവിടെ എത്തും. ഞാൻ ഇവിടേക്ക് വരികയാണ് 26-ലേക്ക്. ഇപ്പൊ ഒരു ശബ്ദം കേൾക്കണം, എന്നാലും എനിക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതായത് ആ ഒരു കുട്ടിത്തുള്ള മുഖമായിരിക്കുമല്ലോ പ്രേക്ഷകരുടെ ഒക്കെ മനസ്സിലുണ്ടാവുക. ഞാൻ അപ്പൊ അനിക അങ്ങനത്തെ കുറെ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അപ്പൊ അവര് വലുതാകുമ്പോഴും നമുക്ക് ആ ഒരു കുട്ടിയാണല്ലോ എന്നുള്ളൊരു സാധനം മൈൻഡിലുണ്ടാവും. അപ്പൊ വിനീതേട്ടൻ ബ്രേക്ക് എടുത്തിട്ടാണെങ്കിലും ഇപ്പോഴും ആ ഒരു എന്താ പറയാ, എനിക്ക് അങ്ങനെ പ്രായമൊന്നും തോന്നിക്കുന്നില്ല. എത്ര വയസ്സുണ്ട്? എന്റെ വയസ്സ് നീ ഗൂഗിൾ ചെയ്താൽ വളരെ ഈസി ആയിട്ട് കിട്ടും. വിക്കിപീഡിയയിൽ നോക്കിയാൽ കാണാം. ശരി, അപ്പൊ ആ ഒരു ഏജ് തോന്നിക്കുന്നില്ല. ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണോ? ഇതിന്റെ അടുത്ത് ഒരു ഫ്രണ്ട് ചോദിക്കാൻ പറഞ്ഞ. അല്ല, വർക്കൗട്ടിൻ്റെതായിരിക്കണം എന്നില്ല. ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് എന്ന് വിചാരിച്ച് റെഗുലർ ജിമ്മിൽ പോകുന്ന ആളോ അങ്ങനെയല്ല. പക്ഷെ ഞാനിങ്ങനെ എൻ്റെ ആക്ടിവിറ്റീസ് മാറിക്കൊണ്ടിരിക്കും. പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. സത്യത്തിൽ സിനിമയുടെ അല്ലാതെ എന്റെ സീക്രട്ടുകൾ അറിഞ്ഞ് എങ്ങനെയാണ്, അതാണോ ഐശ്വര്യ ഉദ്ദേശിച്ചത്? ചെറുതായിട്ടൊക്കെ അല്ല, അതിനായിട്ട് ഞാൻ വേറെ പ്രത്യേകിച്ച് എഫോർട്ടൊന്നും എന്റെ സൈഡിൽ നിന്ന് എടുക്കുന്നില്ല. അതായത് എന്റെ ഏജ് കുറച്ച് കാണിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സ്കിൻ കെയറിനോ ഞാൻ ഒട്ടും സമയം ചെലവഴിക്കാത്ത, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടായിട്ടല്ല, അതല്ലാതെ എനിക്ക് ചില പ്ലാനുകളുണ്ട്. ഫിറ്റ്നസ് ഡിമാൻഡ് ചെയ്യുന്ന ചില പ്രൊജക്റ്റുകൾ എൻ്റെ പ്ലാനിലുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ സംഭവം ചെയ്യുന്ന സമയത്ത് അതിന്റെ പോലീസ് റോള് ചെയ്യുമ്പോൾ ഞാൻ എന്തുമാത്രം ഫിറ്റ് ആയിരിക്കണം, അങ്ങനെയുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഞാൻ ബേസിക്കലി ഒരു ഡാൻസറാണ്. അപ്പോൾ സോ എനി ടൈം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ബോഡി ഫ്ലെക്സിബിൾ ആയിരിക്കണം, എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റണം. അതല്ലാതെ ഈ ചോദ്യത്തിനുള്ള ആ ഫോക്കസ് എനിക്കില്ല. പ്രായം കുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്കിൻ ഭയങ്കരമായിട്ട് അങ്ങനെ, അത് എൻ്റെ വെരി ലീസ്റ്റ് എന്ന് വെച്ച് തീരെ ഇല്ല എന്നല്ല. നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്, സ്കിൻ കെയർ എന്നൊക്കെ പറയുന്ന എൻ്റെ ഏറ്റവും താഴത്തെ ഞാൻ അത്രേ അതിന് വാല്യൂ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ മൊത്തത്തിലൊരു കാട് പശ്ചാത്തലമാണല്ലോ. അപ്പൊ ഈ കാട് സ്റ്റോറി ഇപ്പൊ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴായാലും കാട്ടിലേക്ക് എങ്ങനെയാണ് വന്നത്? പൊതുവെ നമ്മൾ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ കാട്ടിലേക്ക് വന്നിട്ടൊരു കഥ അതെങ്ങനെയാണ്? 2 റീസൺ ഉണ്ട്. ഒന്നാമത് എനിക്ക് ഇതേപോലെ വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കാട്ടിൽ കഥ പറയുന്ന സമയത്ത്. അതിന്റെ ഒരു മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. രണ്ടാമത്തെ കേസ്, നമുക്കിപ്പോ ഈ ഒരു കഥ സ്പോയിലറാണ്, ഈ സെയിം കഥ നമുക്കൊരു സിറ്റിയിൽ കഥ പറയുകയാണെങ്കിൽ ഇപ്പൊ 2 കാലഘട്ടം നമ്മൾ കാണിക്കുന്ന സമയത്ത് അതിന്റെ ആയിട്ടുള്ള ചേഞ്ചസ് നമ്മൾ കാണിക്കണം. അപ്പൊ അതിന്റെ ആയിട്ടുള്ള ബഡ്ജറ്റ് വേരിയേഷൻസ് കാര്യങ്ങളുണ്ടാവും. നാട്ടിലാകുമ്പോൾ നമുക്കത് കാണിക്കേണ്ടത്. ആ 2 റീസൺ ആണ് അതിന്റെ. ഓക്കെ, കാർഡ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? അതായത് 2 പേരോടും കൂടിയാണ് കാട്ടിലുള്ള എന്തെങ്കിലും, കാട്ടിൽ പോയിട്ടുണ്ടോ ഏതെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കാട് കണ്ടിട്ടുണ്ടോ? എനിക്ക് പൊതുവെ ഞാൻ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഞാൻ ചില സോളോ ട്രിപ്പുകൾ പോകാറുണ്ട്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഒരുപാട് കാലങ്ങളിൽ ഞാൻ മിക്കവാറും ജനുവരി തുടക്ക കാലങ്ങളിൽ കാടുകളിലൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്ക് കാട് ഭയങ്കര ഹൈയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. ചേട്ടനോ? ഞാൻ ഷൂട്ടിങ്ങിന് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ ഇത് സ്വപ്നത്തിൽ കണ്ടാണോ കാട് എന്നുള്ളൊരു തോട്ട്? അല്ല, ഫസ്റ്റ് ഈ ഒരു പ്ലോട്ടൊക്കെ എഴുതുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം മൈൻഡിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ കാട് എന്നുള്ള ബഡ്ജറ്റിനെ കുറിച്ചൊന്നും അന്ന് ചിന്തിക്കുന്നില്ലല്ലോ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ? ചിന്തിക്കണ്ടായിരുന്നോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് പോകണമെന്നില്ലല്ലോ, നമുക്ക് ഇതേപോലെ യൂട്യൂബിൽ കാണാം, വേറെ സിനിമകൾ കാണാം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഭാവന വയസ്സും നോക്കുമ്പോൾ അങ്ങനെ വന്നതാണ്. എക്സ്പീരിയൻസ് ഇല്ല. ഇത് ഇവിടെ റിംഗ് ടോൺ വരെ കുയിലല്ലേ?
കുയിലോ കിളിയോ കിളി കരയുന്ന ഞാൻ കുറച്ച് നേരത്തെ ഫോൺ വെല്ലടിക്കുമ്പോ ഞാൻ പാട്ടിലാണോ എന്നെനിക്കൊരു നിമിഷം ഞാൻ ചിന്തിച്ചു ഞാൻ സത്യം പറയാം, സംഭവം കണ്ടിട്ട് നിന്റെ ഒന്നിൽ കൂടുതൽ കിളികൾ പോയി. കാരണം കുയിൽ എന്താണ്, കുയിലിന്റെ സൗണ്ട് എന്താണ്, കാക്കയുടെ സൗണ്ട് അറിയോ? ഓ അതല്ല കിളികളുടെ ശബ്ദം. അതങ്ങനെ ഈ പറയുന്ന രീതിയിൽ കാർഡിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോൺ കിട്ടിയപ്പോൾ ഞാനത് വെച്ചു. ആണല്ലേ? അപ്പൊ ഞാൻ അത് ഈ റിംഗ് ടോൺ കേട്ടപ്പോ നിങ്ങൾ ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയത്. ക്യാമറമാനോട് നിന്റെ പറന്നു പോയ കിളികൾ തിരിച്ചു എന്നൊരു കാര്യം പുള്ളി ചോദിച്ചായിരുന്നു. അപ്പൊ അതുമായിട്ടൊരു ബന്ധമില്ല. അപ്പൊ ഞാൻ പറയാം, മൊത്തത്തില് വിനീതേട്ടനോ ഞാനൊക്കെ എപ്പോഴും ലൂപ്പിലാട്ടോ, ഞങ്ങള് തിരിച്ചു വന്നില്ല അല്ലേ. പിന്നെ എനിക്ക് ഇങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താ അറിയോ, ഒരു ചെറിയ കുട്ടീനെയൊക്കെ ചേച്ചിന്ന് വിളിക്കേ, എന്താ ഇപ്പൊ ഇത് കഥ? അത് ആക്ച്വലി എന്നാലും ചോദിക്കാമല്ലോ, ചേച്ചി എന്താ എത്ര ചെറിയ കുട്ടീനൊക്കെ ചേച്ചി വിളിക്കാൻ പാടുണ്ടോ? അതിനകത്ത് ആ സിനിമയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ചെയ്ത റെജി എന്ന് പറയുന്ന ക്യാരക്ടർ ആയാലും, അസ്കർ ചെയ്തിരിക്കുന്ന ആനന്ദ് ആയാലും, അശോകനായാലും, ഇവർക്കൊക്കെ പാസ്റ്റ് ഉണ്ട്. ഇവൻ സിദ്ധാർത്ഥ് ചെയ്ത ക്യാരക്ടർ, സിദ്ധാർത്ഥിന്റെ ക്യാരക്ടർ നമ്മൾ ഈ അധ്യായം 1 പേരില്ല, തുടർന്നുള്ള ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഡയറക്ടറുടെ ഉള്ളിലാണ്. അപ്പോൾ ഈ പാസ്റ്റിൽ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്, അതിന്റെ ട്രോമ ഉള്ള ആളുകളാണ് ഞങ്ങളെല്ലാം. അത് പക്ഷെ ഓരോരുത്തർ ഓരോ രീതിയിലാണ് അത്. ഇപ്പൊ കുട്ടിക്കാലം മിസ് ചെയ്ത, ഐ മീൻ കുട്ടിക്കാലത്ത് എന്തൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്, അത് റെജി മിസ് ചെയ്തതല്ല, ആനന്ദ് മിസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ ട്രോമ ഇവരുടെ ഉള്ളിലുള്ളത് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. അപ്പൊ റെജി ഭയങ്കര അരഗന്റായിട്ടും ഇങ്ങനെ ഒരാളെ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ അയാളുടെ അടുത്ത് ഒട്ടും ഫ്രണ്ട്ലി അല്ല അയാൾ. അതിന് അയാൾക്ക് കൃത്യമായിട്ടുള്ള റീസൺ ഉണ്ട്. അത് തന്നെയാണ് ഇപ്പൊ നീ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം. അതൊരു സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഒരു സ്പോയിലർ ചോദിക്കാൻ പോണ ഡയറക്ടറിന്റെ അടുത്ത്. അതായത് ഈ സിനിമയിൽ ഒരു ടൈം ഷിഫ്റ്റിനെ കുറിച്ച് കാണിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതില് സൗണ്ടും അതുപോലെ തന്നെ എഫക്ട്സും, അപ്പൊ അത് ഓഡിയൻസിന് കമ്മ്യൂണിക്കേറ്റ് ആവുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അപ്പോൾ മീൻസ് അതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ കേൾക്കുന്ന സൗണ്ടുകൾ, സ്പോയിലറാണ്, പടം കാണാത്തിരുന്ന് സ്കിപ്പ് ചെയ്യണം. അതിൽ കേൾക്കുന്ന സൗണ്ടുകൾ പല പല ടൈം ലൈനിലായിട്ട് അവിടെ പെട്ടുപോയിരിക്കുന്ന ആൾക്കാരുടെ സൗണ്ടുകളാണ്. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണമെങ്കിൽ ആദ്യത്തെ ആ സമയത്ത്, ആ ബാക്ക് സ്റ്റോറി പറയുന്ന സമയത്ത്, ആ കലാപം നടക്കുന്ന സമയത്തുള്ള കുതിരയുടെ സൗണ്ടുകൾ വരെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കമ്മ്യൂണിക്കേറ്റ് ആവുന്നു. പിന്നെ അതിനകത്ത് ആക്ച്വലി വിഷ്ണു, നമ്മുടെ സൗണ്ട് ഡിസൈനർ വിഷ്ണുവാണ്, വിഷ്ണു ഗോവിന്ദ്. അപ്പോൾ വിഷ്ണു ആക്ച്വലി അതിനകത്ത് കുറേ പണിയെടുത്തിട്ടുണ്ട്. അത് നല്ല സൗണ്ട് ക്വാളിറ്റിയിലാണ്, ഐ മീൻ അറ്റ്മോസ്ഫിയറിൽ തന്നെ ആ സിനിമ കാണണം എന്ന് പലപ്പോഴും ഞങ്ങളല്ല പറഞ്ഞത്, ഞങ്ങളെക്കാൾ കൂടുതൽ പറഞ്ഞ ആ സിനിമ കണ്ട ആളുകളാണ് പറഞ്ഞത് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് എന്ന് പറയാം. അത് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയും കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അതിനകത്ത് വിഷ്ണു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് എസ്പെഷ്യലി ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒന്നല്ല, ഒരുപാട് സൗണ്ട്സ്, അതായത് ഈ കാലങ്ങളിലൊക്കെ പോയ ആളുകളുടെ ചില ഡയലോഗ്സ് ഒക്കെ അതിനകത്ത് യൂസ് ചെയ്തു. അത്രയും ഒരുപാട് ലേയേഴ്സ് ചേട്ടനിരുന്ന് അത്രയും പണിയെടുത്തിട്ടുണ്ട് ആ സാധനത്തിൽ. അതാണ് അതിൻ്റെ തിയേറ്ററിക്കലി അത്രയും അത് കിട്ടുന്നത്, അത്രയും ആ ലേയേഴ്സ് വെച്ചിട്ട് ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ സംഭവം അധ്യായം 1 ആണല്ലോ, 2ഉം 3ഉം ഒക്കെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതിന്റെ ഐഡിയാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 1 വിജയിച്ചു, ഇനി അടുത്തത് കുറച്ചുകൂടെ സ്റ്റാർഡമുള്ള ആളുകൾ മതി എന്ന് റെജിയുടെ യൂണിഫോം അത് തന്നെ. പോലീസ് വേഷം വിനീതേട്ടൻ ആദ്യമായിട്ടാണോ ചെയ്യുന്നത്? അതെ, ഞാൻ പോലീസ് ക്യാരക്ടർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് അതിനകത്തുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ പോലീസ് ക്യാരക്ടർ ഞാൻ ചെയ്താൽ സ്ക്രീനിൽ എന്തായിരിക്കും, എന്നെ കാണാൻ എങ്ങനെയായിരിക്കും, അത് ആളുകളെ അക്സെപ്റ്റ് ചെയ്യൂ, ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ജിത്തുവിന് അത് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ഇത്രയും അരഗൻ്റായിട്ടുള്ള ഒരു ക്യാരക്ടറും ചെയ്തിട്ടില്ല. അപ്പോൾ അത് രണ്ടും ജിത്തുവിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. സിനിമ കണ്ട് ഇറങ്ങുന്ന പലരും എൻ്റെ കൂടെ, ഞങ്ങൾ ഈ തിയേറ്റർ വിസിറ്റിനൊക്കെ പോകുമ്പോൾ രജിസ്ട്രാറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കട്ടെ, അങ്ങനെ വരുമ്പോൾ എനിക്കത് ഓക്കെ, ചില നേരത്തെ എനിക്കും തോന്നാറുണ്ട് ഞാൻ ഒരു പോലീസ് ആയോ എന്ന്. പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. നമ്മൾ കൂടുതൽ ഈ റൊമാൻസിലൊക്കെ ആണല്ലോ അങ്ങനല്ല, എനിക്ക് പല ക്യാരക്ടേഴ്സും ഇപ്പോൾ എൻ്റെ ഒരു കാലഘട്ടത്തിന് ശേഷം ഞാൻ ചെയ്ത സിനിമ, ഇപ്പോൾ പെറോട്ട എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റെജി, അതിന് തൊട്ട് മുമ്പ് ഷാജഹാൻ എന്ന് പറഞ്ഞിട്ട് റൈഫിൾ ക്ലബിലുള്ള, അപ്പോൾ ആ ക്യാരക്ടർ വേറൊരു, ഐ മീൻ അതിൻ്റെ ഒരു
സ്റ്റൈലും അതിൻ്റെ ഒരു ടോണും ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. അതെ അതെ അതെ. അപ്പോൾ അതിൽ നിന്ന് മാറി റെജിയിലേക്ക് എത്തുമ്പോൾ എനിക്കത് ഭയങ്കര രസമുണ്ട്. ആസ് എൻ ആക്ടർ നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഞാൻ ചെയ്തത് സൈമൺ ഡാനിയൽ എന്ന് പറയുന്ന ഒരു പടമാണ്, ഞാൻ ഹീറോ ആയിട്ട് ചെയ്തൊരു പടം. അപ്പോൾ അത് വേറൊരു, അതിനകത്തുള്ള സെൻട്രൽ ക്യാരക്ടർ സൈമൺ എന്ന് പറയുന്ന ക്യാരക്ടർ. ആ സൈമൺ ഡാനിയൽ വേറൊരു രീതിയിലാണ് അയാളുടെ ബോഡി ലാംഗ്വേജും അയാൾ അത്തരത്തിൽ നമുക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ. ഞാനിപ്പോൾ ഒരു തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രൈവർ എന്ന് പറഞ്ഞു. അതിനകത്ത് ശരിക്കും എൻ്റെ ക്യാരക്ടറിന്റെ പേര് ആനന്ദ് എന്നാണ്. ഇതിനകത്ത് അസ്കർ ചെയ്ത ആനന്ദ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇടയ്ക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കും, കാരണം ഞാൻ അതിന്റെ ഷൂട്ടിന്റെ ഇടയിൽ നിന്നാണ് ഇവിടെ. അപ്പൊ ഈ ആനന്ദ് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് എനിക്ക് ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ അത് വേറൊരു ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതും ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടർ. അപ്പൊ അത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ആസ് എൻ ആക്ടർ നമുക്കത് ഭയങ്കര, നമുക്ക് ഇഷ്ടം അങ്ങനത്തെ ചെയ്യാനാണ്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ. ഓക്കെ, അപ്പോൾ പോലീസായിട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വർക്കൗട്ട് ചെയ്തത് വെച്ചാൽ ബോഡി എല്ലാം ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് ഇപ്പം നമുക്കൊരു പോലീസിന്റെ ഒരു സാധനം 6 മാസം ട്രെയിനിങ്ങിന് പോയി, പോലീസ് ട്രെയിനിങ്ങിന് പോയി, ക്യാമ്പിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അവിടെ ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഞാൻ കാര്യമായിട്ട് മെന്റലി നിങ്ങൾ ആ ഒരു യൂണിഫോം ഞാൻ ശരിക്കും ഇങ്ങനെ അതാണ് എന്നെ ആ ഒരു നോട്ട് എനിക്ക് ഈ ഒരു ആംഗിളിൽ കിട്ടിയപ്പോഴാണ് ഞാനൊന്ന് പതറിയത്. ഞാൻ അതല്ല ചോദിച്ചത്. അതായത് നമ്മൾ ഇപ്പൊ ഉണ്ടല്ലേ ഒരു ക്യാരക്ടർ ആവുമ്പോ പോലീസുകാരന്റെ ഒരു ക്യാരക്ടറാണ്, മൊത്തത്തിലൊരു അങ്ങനത്തെ ഒരു സ്വഭാവമാണല്ലോ ഇതില്. അത്ര നല്ല സ്വീറ്റ് അല്ലല്ലോ. അല്ല, ഇതങ്ങനെ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയോ അങ്ങനെയൊന്നും അല്ലല്ലോ. പിന്നെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് എങ്ങനെയാണ് വേണ്ടത്, അത് ഒരു പോലീസുകാരൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ റെജി എന്താണ്, റെജിയുടെ പാസ്റ്റ് എന്താണ്, ഇത് രണ്ടും ഞാൻ എപ്പോഴെപ്പോഴും ജിത്തുമായിട്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിനകത്ത് എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ ആ സീനിൽ, പർട്ടിക്കുലർ സീനിൽ എന്തെങ്കിലും ഇംപ്രവൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ജിത്തു പറയും, അത് ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള ഈവൻ ആ ഫസ്റ്റിലുള്ള ബോഡി ലാംഗ്വേജിൽ അയാൾ കാണിക്കുന്ന, ഞാനത് സിനിമ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ചെയ്യാത്തതാണ്. അതൊക്കെയും ജിത്തുവിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ചിലത് ഞാൻ എൻ്റെ രീതി, എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ജിത്തുവിനോട് ചോദിച്ചു, ജിത്തു അത് ഓക്കെ ആണെങ്കിൽ അപ്പോൾ ജിത്തു പറയും സെറ്റ് സെറ്റ് സെറ്റ്. ഒരു ഡയറക്ടർ ഒരു ആക്ടറും കൂടി ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പൊ ചിലത് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞല്ലോ, അപ്പൊ വിനീതായിട്ട് അപ്പൊ അഭിനയിക്കുമ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ അഭിനയിക്കും, ഏത് രസം, ചോദിക്കുന്നത് ഈ ക്യാരക്ടറിന്റെ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ ക്യാരക്ടർ, എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ, ഒരു ആക്ടറും കൂടെ അതെ. ഞാൻ അതല്ല ചോദിച്ചത്, എന്റെ ചോദ്യം ചെറുതായിട്ട് മനസ്സിലാവാതെ വരുന്നുണ്ടോ എനിക്ക്? ഇല്ല കുഴപ്പമില്ല, വളരെ സീരിയസ് ആയിട്ട് ഞാൻ ചോദിച്ചു. ഉത്തരം പറയാം. ഞാൻ ആക്ച്വലി നല്ലൊരു ആക്ടർ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കുമ്പോ ഞാൻ കാണിക്കുന്ന മോശം പെർഫോമൻസ് ആയിരിക്കും ഇവർ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത്, അങ്ങനെ ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഉണ്ടാവും. ഞാൻ നല്ലൊരു ആക്ടർ അല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ കാണിച്ചു കൊടുക്കാറില്ല. പക്ഷെ കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം ഇതാണ് ക്യാരക്ടർ, ഇതാണ് സീൻ, ഇതാണ് ഇമോഷൻ, ഇതാണ് മൂഡ് എന്ന രീതിയിൽ പറയും. അപ്പൊ അത് കൃത്യമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ആവുമ്പോൾ അവർ അതനുസരിച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് റിസൾട്ട് തരും. അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വേണം എന്നുള്ള സമയത്ത് നമ്മളത് കൃത്യമായിട്ട് ഇൻപുട്സ് കൊടുക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു വർക്കിംഗ് സ്റ്റൈൽ പോകുന്നത്. പക്ഷേ ചില ഡയറക്ടേഴ്സ് അത്യാവശ്യം പെർഫോം ചെയ്യാൻ അറിയാവുന്ന ഡയറക്ടേഴ്സ് അങ്ങനെ കാണിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ ആ ഏരിയ വീക്ക് ആയതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിൽക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇവർക്കൊന്നും ഇങ്ങനെ പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ചുമ്മാ പറയുമ്പോ തന്നെ ചേട്ടൻ അങ്ങ് ഒപ്പിയെടുക്കും. എല്ലാം കുറെ ട്രോളിയില്ലേ, തിരിച്ച് ഞാൻ ട്രോളട്ടേന്ന്. അങ്ങനെയല്ല, നമുക്ക് നമ്മളൊരു സെറ്റിലേക്ക് ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്ത് നമുക്ക് ആ ക്യാരക്ടർ ആക്ച്വലി ഡയറക്ടർ തരുന്ന ഡീറ്റെയിലിങ്ങിൽ നിന്നാണ് ആ ക്യാരക്ടർ ഒരു ആക്ടറിൻ്റെ ഉള്ളിലേക്ക് വരിക. അപ്പോൾ ആ രീതിയിൽ ഈ ക്യാരക്ടറിനെ കുറിച്ചിട്ടും ഈ സിനിമയെ കുറിച്ചിട്ടും നല്ല ബോധ്യമുള്ള, കൃത്യമായിട്ട് എന്താണ് ഒരു സീനിൽ വേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഉള്ള ഒരാളാണ് ജിത്തു. അപ്പോൾ അവിടെ ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ പോലും ഞാൻ ഈ പറയുന്ന രീതിയിൽ ആക്ടേഴ്സിനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാറില്ല. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റൈൽ ഉണ്ടാവും, അതല്ല നമുക്ക് ചിലപ്പോൾ ഡിമാൻഡ് ചെയ്യാം. എനിക്ക് എപ്പോഴും ഇഷ്ടം ആ ആക്ടേഴ്സിൽ നിന്ന് അത് കിട്ടാനാണ്. അവരുടെ ഒറിജിൻ അതിനകത്ത് വേണം. നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആയിട്ടുള്ള ഫീച്ചേഴ്സും സാധനങ്ങളും നമ്മൾ ഡയലോഗ് പറയുന്ന രീതിയും അതൊക്കെ അവർ ചിലപ്പോൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ അവരുടെ എന്നുള്ളതാണ്. ഈ സിനിമയിൽ സോങ്സ് ഒന്നും ഇല്ലല്ലോ? സിനിമ കണ്ട ആളല്ലേ? സിനിമ കണ്ടില്ലേ? കണ്ടു. എല്ലാം കൂടെ പറഞ്ഞു. ആദ്യമേ പറഞ്ഞു ഐശ്വര്യയുടെ കിളി സംഭവം കണ്ടതിന് ഞാൻ തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ട്രോളി മൊത്തം കണ്ടോ പടം? മൊത്തം ഞാൻ കണ്ടു. മൊത്തം കണ്ട് സോങ് ഒന്നും കേട്ടില്ല? എപ്പോഴാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയെന്നോ? സിനിമ തീരുന്നതിന് മുമ്പ് ഇറങ്ങിയോന്ന്? ഇല്ല. ഉറങ്ങിയോ അതിനിടയിൽ? ഇല്ല. എവിടെയും കേട്ടില്ല. സോറി ഗൈസ്. ഉണ്ടോ? ഉണ്ട്. എന്റെ ഒരു സോങ് ഉണ്ട്.
എന്റെ ക്രെഡിറ്റ്സിൽ ഒരു സോങ് ഉണ്ട്. കാലസംഭവം എന്ന് പറഞ്ഞിട്ട് ഒരു സോങ്, അത് സെർച്ച് ചെയ്താൽ കിട്ടും. നല്ല സോങ്ങാണ്, എനിക്ക് റജീൻ്റെ അടുത്താണ് എൻ്റെ ചോദ്യം. അതിൽ കുറച്ച് കുട്ടികൾ ആ കാടിനകത്തേക്ക് കയറുമ്പോൾ റജി ഇങ്ങനെ തടയുന്ന ഒരു സീനുണ്ട്. അപ്പോൾ റജിക്ക് അതിനകത്തുള്ള പ്രശ്നങ്ങൾ അറിയോ? അതാണ് റജിയുടെ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത്. അത് റജിക്ക് കുട്ടിക്കാലത്ത് റജി ആ കാർഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ കണ്ടില്ലേ? അപ്പോൾ ആ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കാട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം. റജിക്ക് അവിടെ ഒരു വലിയൊരു ലോസ്, ഐ മീൻ റജിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാനത് സ്പോയിലർ ആയതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ചെയ്ത് പറയാത്തത്. അപ്പോൾ അത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് റജി അതിനകത്തേക്ക് വിടാത്തത് ആളുകളെ. അപ്പം അത് റജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത്. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ എന്താണ് അത് റിയലി എന്ന് പറഞ്ഞു കൊടുക്കാൻ റജിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് റജി ആ കുട്ടികളോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ വയർലെസ് മെസ്സേജസ് വരുന്ന സമയത്ത് അശോകൻ സാറിന്റെ അടുത്ത് പറയുന്നുണ്ട്, സിംബായി ചെയ്ത ക്യാരക്ടറിന്റെ അടുത്ത്, ആനന്ദിന്റെ അടുത്ത് അത് എടുത്തു പറയുന്നുണ്ട്. എനിക്ക് ഈ കാർഡ് അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കാർഡ് എനിക്കറിയാം, ഞാൻ ഈ നാട്ടിൽ തന്നെ ഉള്ളതാണ് എന്ന് റജി പറയുന്നുണ്ട്. അപ്പോൾ റജിക്ക് അറിയാം ഈ കാർഡുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് റിയലി നടക്കുന്നത് എന്നുള്ളത്. അദ്ദേഹം ഒന്നിൽ റജിക്ക് അറിയില്ല, അദ്ദേഹം ടൂല് ചിലപ്പോൾ റജിക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്കറിയാം. അതായത് ഈ സിനിമയിൽ ഒച്ചിനെയൊക്കെ 1-2 വട്ടമൊക്കെ കാണിക്കുന്നുണ്ട്. അതെന്തെങ്കിലും സിംബോളിക് ആയിട്ട് കാണിച്ചാണോ? തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു തോട് നോക്കുമ്പോൾ അറിയാം കറക്റ്റ് ആ ഒരു സിമ്പിൾ ലൂപ്പ് സിമ്പിളിനെ ഇത് ചെയ്യുന്ന രീതിയിൽ സിംബോളിക് ആയിട്ട് കാണിച്ചേക്കുന്നതാണ്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ഫിബിനോച്ചി സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിബിനോച്ചി സീരീസ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതിന്റെ ഇമേജസ് നോക്കിയാൽ അതിനകത്ത് ഈ ഒച്ചിന്റെ ഇമേജ് കാണാം. കാരണം ആ ബാക്കിൽ ഉള്ള ആ ഡയഗ്രാം അത് ശരിക്കും ഈ നമ്മുടെ ആ സ്റ്റാച്യൂവിന്റെ അടുത്ത് നിന്ന് ആ ഒരു ഫോർമേഷനിലാണ് ശരിക്കും ഇവർ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ ഡയറക്ടർ ബുദ്ധിമാനാ. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട, കുറെ റിസർച്ച് ഒക്കെ ഇതിന്റെ പുറകിലുണ്ട്. ഇതിലൊരു കാക്ക മെയിൻ ഒരു സാധനമാണല്ലോ. അപ്പൊ അതില് ആ ഒരു സ്കൾപ്ചറും പരിപാടിയൊക്കെ ആയ സമയത്ത് ഇപ്പൊ കാട്ടിൽ മഴ പെയ്യുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ബാധിക്കുമോ എന്നുള്ള അങ്ങനത്തെ ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? കാരണം ശരിക്കും മഴ പെയ്തൊന്ന് കുറച്ച് നേരത്തെ നമ്മള് പുറത്തുനിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു, ആക്ച്വലി ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് മീൻസ് അത് ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ ജിത്തു ചോദിച്ചത് ആ ശില്പം ഉണ്ടാക്കിയിരിക്കുന്ന മണ്ണുകൊണ്ടല്ലേ, അത് മഴ പെയ്താ നനയോന്നല്ലേ ചോദിച്ചത്. അത് മണ്ണുകൊണ്ടല്ല ഉണ്ടാക്കിയേക്കുന്നത്. എനിക്ക് ആ ചോദ്യം കേട്ടപ്പോഴേ മനസ്സിലായി. അല്ല, അത് ഫൈബറിന്റെ മെറ്റീരിയൽ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോഴും നമുക്ക് കാട്ടിനകത്ത് വെക്കുമ്പോൾ കുറച്ച് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. കാര്യം ആനകള് സംഭവമൊക്കെ ഉള്ളതാണ്. അപ്പൊ ഈ ആനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിപ്പം തോന്നുന്ന ജീവികളെ ഇത് ചിലപ്പോൾ ആക്രമിക്കും. മീൻസ് അതിനേക്കാൾ വലിപ്പം തോന്നി, അപ്പൊ ഇത് ജീവിയായിട്ടായിരിക്കും അതിന് കിട്ടുക. അപ്പൊ നമ്മൾ സേഫ്റ്റി എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഗ്രഹം കമ്മിറ്റ് ചെയ്യുന്ന ഷോട്ടുകളെല്ലാം ഏകദേശം ഒരുമിച്ചാണ് നമ്മൾ ചാർട്ട് ചെയ്തത്. അപ്പൊ ആ സീനുകൾ പ്രയോറിറ്റി കൊടുത്ത് ഇമ്മീഡിയറ്റ്ലി തീർക്കുക എന്നുള്ളൊരു ഓപ്ഷനായിരുന്നു നമ്മൾ ആ സമയത്ത് ചെയ്തത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ, എന്നോട് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു ഐശ്വര്യയുടെ ഫ്രണ്ട്സ് ആരൊക്കെയോ ഇങ്ങനെ ശില്പങ്ങൾ മണ്ണിൽ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങളിത് കളിമണ്ണിൽ ഉണ്ടാക്കുന്ന കാര്യമല്ലേ പറഞ്ഞ. എന്നോട് ചോദിച്ചു, അതായത് നിങ്ങൾ എത്ര ദിവസം എടുത്ത് ഈ ശില്പം ഉണ്ടാക്കാന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ഐശ്വര്യ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഇത് മണ്ണിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അല്ല, അങ്ങനെയൊന്നല്ല. ഞാൻ പറഞ്ഞത് ശില്പം ഉണ്ടാക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ നിങ്ങളാണ് എന്റെ അടുത്ത് പറഞ്ഞത് മണ്ണുകൊണ്ടാണ്. നല്ല ട്രോളാനാണ്, കുഴപ്പമില്ല. അടുത്തത് വിനീതേട്ടനെ സിനിമയിലേക്ക് അച്ഛനും അമ്മയും കൈ പിടിച്ച് കൂട്ടി കൊണ്ടുവന്നതാണോ? പറഞ്ഞോളൂ. അങ്ങനെ കാരണം നിങ്ങൾക്ക് ചെറുപ്പത്തിൽ ഇഷ്ടമുണ്ടായിരുന്നു. കൈ പിടിച്ച് അച്ഛനും അമ്മയുടെയും കൈ പിടിച്ച് ഞാൻ കയറുന്ന വന്നൊരു ഫീൽ എനിക്ക്. സംഭവത്തിൽ എങ്ങനെയായിരുന്നു വന്നത്? ബാക്കിയുള്ള അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ടുവന്നാണ്. കൂട്ടിക്കൊണ്ടുവന്നോ? അല്ല, എനിക്ക് ഐ മീൻ ഞാൻ ഡാൻസ് അന്ന് ഞാൻ ഭരതനാട്യം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നീ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും, കാരണം അന്ന് അത്രയും ഞാൻ ചെറുതായിരുന്നു. അപ്പൊ സിനിമയിലേക്ക് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അന്ന് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ എനിക്ക് പ്രൈസ് കിട്ടുകയും അങ്ങനെയൊക്കെയാണ് സിനിമയിലേക്ക് വരുന്നത്. പക്ഷെ അച്ഛനും അമ്മയുടെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് സിനിമ ഞാൻ ചൂസ് ചെയ്യുന്ന കാര്യത്തിലായപ്പോൾ അവരൊരിക്കലും അത് ചെയ്യുക അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട അങ്ങനെ ഒന്നും പറയാറില്ല. ഞാൻ ചെയ്യുന്ന സിനിമ അവർ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഓരോ അഭിപ്രായങ്ങൾ പറയും. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും അവരുടെ ഒരു സപ്പോർട്ട് എനിക്ക് ഭീകരമായിട്ടുണ്ട്. അത് തന്നെയാണ് എന്നെ ഇപ്പോൾ ഐശ്വര്യയുടെ മുമ്പിൽ ഇരുത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഏറ്റവും കൂടുതൽ ഒരു സിനിമ കണ്ട കറക്റ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം ആരാ പറയാം, നന്നായി അല്ലെങ്കിൽ അത് മോശമായി കുറച്ചുകൂടി നന്നാക്കായിരുന്നു കൃത്യമായിട്ടൊരു ഫീഡ്ബാക്ക് ആരുടെ അടുത്ത് നിന്ന് കിട്ടാറ്? അങ്ങനെ എൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഞാൻ കേൾക്കാറുണ്ട്. ഈവൻ
റിവ്യൂവേഴ്സ് ഇപ്പോൾ യൂട്യൂബിൽ വരുന്ന റിവ്യൂവേഴ്സ് പറയുന്ന ഞാൻ കേൾക്കാറുണ്ട്. എനിക്ക് കമൻസ് ആയിട്ട് മെസ്സേജസ് ആയിട്ട് വരുന്ന എല്ലാം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇതെല്ലാം നോക്കാറുണ്ട്. അതിനകത്ത് നിന്ന് എനിക്ക് വാല്യുബിൾ ആയിട്ട് തോന്നുന്ന, ഞാൻ കറക്റ്റ് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ. കാരണം ഇതിൻ്റെ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ആദ്യത്തെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ആക്ടറിന്റെ തന്നെയാണ്. അതായത് നമുക്ക് തന്നെയാണ് തോന്നുക. ഇപ്പൊ എന്റെ കാര്യത്തിൽ എനിക്ക് തന്നെയാണ് തോന്നുക. ഞാൻ പലപ്പോഴും എന്റെ പ്രശ്നങ്ങളാണ് കൂടുതൽ ആദ്യം കാണാറുള്ളത് അഭിനയിക്കുന്ന സമയത്ത്. അത് ഡബ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ചിലത് നന്നായിട്ടെന്ന് തോന്നും. അപ്പൊ നമുക്ക് പ്രശ്നമായിട്ട് തോന്നിയത് വേറൊരാളും കൂടെ അത് ഐഡന്റിഫൈ ചെയ്ത് പറയുന്ന സമയത്ത് നമ്മളത് കുറച്ചുകൂടെ ശ്രദ്ധിക്കും. ഓക്കെ. പിന്നെ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടല്ലേ ഇപ്പൊ? ഉറപ്പായിട്ടും. അതായത് ഇതിന്റെ പാർട്ട് 2 ആണോ ഇനി നമ്മൾ അടുത്തത് പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ സിനിമ ആയിരിക്കോ? ഇല്ല, 1-2 ഐഡിയാസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പാർട്ട് 2 തന്നെ 1-2 ഐഡിയാസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പാർട്ട് 1 തന്നെ ആ ഒരു സ്റ്റോറി ലൈൻ ഒരു 3-4 വേർഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഏത് വേർഷനിലാണ് പോകുന്നതെന്നുള്ള ഫൈനൽ ആയിട്ടാണ് ഇപ്പൊ കാണുന്ന ഒരു വേർഷനോട്ട് നമ്മൾ എത്തിയത്. പാർട്ട് 2 അതുപോലെ ഒരു 3-4 ഐഡിയാസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏതെന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്തിട്ടില്ല. സെയിം ടൈം വേറെ സബ്ജക്റ്റുകളും എഴുതുന്നുണ്ട്. നടക്കുന്നുണ്ട്. തീർച്ചയായും. വിനീതേട്ടൻ്റെയോ എന്തെങ്കിലും എഴുത്ത് പരിപാടികൾ? ഞാനിപ്പോൾ അഭിനയിക്കുന്ന സിനിമകളുണ്ട്. ഇപ്പോൾ ഒരെണ്ണം തമിഴിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മലയാളത്തിൽ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമയുടെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ സംവിധാനം ചെയ്യാനുള്ള 1-2 സബ്ജക്റ്റുകൾ ഓൾറെഡി ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എഴുത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ സ്ക്രിപ്റ്റ് ആണോ ഡയറക്ഷൻ ആണോ കൂടുതൽ ഇഷ്ടം? ഇനിയിപ്പോൾ വേറെ ഒരാൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റ് തരികയാണെങ്കിൽ അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്യുമോ? ഇല്ല, എനിക്ക് കുറച്ചുകൂടി റൈറ്റിംഗ് ആണ് ഭയങ്കര കിക്ക് കിട്ടുന്നത്. കാര്യം ഇപ്പം നമുക്കിപ്പോൾ ഈ സിനിമ എടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് കുറച്ച് ട്വിസ്റ്റുകൾ ഇപ്പോൾ ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് അത് ഭയങ്കരമായിട്ട് അവർക്ക് കിട്ടിയെന്നുള്ള പറയുന്നുണ്ട്. പക്ഷേ ആസ് എ ഡയറക്ടർ നമുക്ക് ആ റൈറ്റിംഗ് സ്റ്റേജിൽ കിട്ടുന്ന കിക്ക് അതാണ് ഫസ്റ്റ് ജഡ്ജ്മെന്റ്. അപ്പോൾ അതെപ്പോഴും നമ്മൾ എഴുതി വരുമ്പോഴാണ് കിട്ടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സ്വന്തമായിട്ട് അടുത്ത 1-2 പരിപാടികളെങ്കിലും സ്വന്തമായിട്ട് എഴുതി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് പോകുന്നത്. ശരി. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സ് ഇങ്ങനെ സിനിമ കാണാൻ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അപ്പൊ അവർക്ക് കിട്ടിയത് വേറൊരു കഥ, എനിക്ക് കിട്ടിയത് വേറൊരു കഥ. എന്താണ് അങ്ങനെ? രണ്ടാക്കും പറയാട്ടോ. അല്ല ഇത്രേ ഉള്ളൂ. ഇപ്പം അങ്ങനത്തെ ഒരു സിനിമ, അതായത് സിനിമ കാണുന്ന ഓരോ ഓഡിയനും ഓരോ അനുഭവം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ പല ലെയേഴ്സ് അങ്ങനെ വെച്ച് തന്നെ നമ്മൾ ചെയ്തതാണ്. ഇപ്പൊ ചുരുളിയൊക്കെ അങ്ങനെയുള്ള സിനിമയാണ്. ഓരോ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഓരോ കഥയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ പല പല ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് നമ്മളത്. ആ ഡിസ്കഷൻ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അതായത് ആഫ്റ്റർ വാച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെ കുറെ റീൽസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കിളി പറഞ്ഞിട്ട് ഒരാളൊന്ന് പറയും, മറ്റാൾ വേറൊന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ ആവില്ലേ? അത് കഴിഞ്ഞിട്ട് ഫൈനലി ചിലപ്പോ ജിത്തുവിനും എനിക്കൊക്കെ അസ്കറിനൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇതിനകത്ത് സിനിമ തീർന്നപ്പോ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, അപ്പൊ അങ്ങനെ സംശയം ഉണ്ടല്ലേ? അതേപോലെ പക്ഷെ അങ്ങനെയല്ല. അത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവും വളരെ ക്ലീൻ ആയിട്ട് അതിനകത്ത് ഉണ്ട്. ആ സിനിമക്കകത്ത് തന്നെ ഉണ്ട്. ചിലർക്ക് അത് സെക്കൻഡ് വാച്ചിലാണ് കിട്ടുന്നത്. അപ്പൊ അത് എൻ്റെ അടുത്ത് പറയും, ഇത് സെക്കൻഡ് വാച്ചാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചില സ്റ്റോറി വരും ഇൻസ്റ്റയില്. അപ്പോ അങ്ങനെ കിട്ടിയ ആളുകളുണ്ട്. അപ്പൊ ആ ഒരു ഫർദർ ഡിസ്കഷൻ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അത് ജിത്തു ബോധപൂർവം തന്നെ ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് ജിത്തുവായിട്ടുള്ള ഡിസ്കഷൻസ് മനസ്സിലായത്. കാരണം ഞാൻ കഥ ചോദിക്കുന്ന സമയത്ത് ജിത്തുവായിട്ട് ഞങ്ങൾ ഒരുപാട് ചില കാര്യങ്ങൾ ഇങ്ങനെ ആവണമെങ്കിൽ അത് എന്തുകൊണ്ട് അത് അങ്ങനെ ആയി എന്ന് ഞാൻ ചോദിക്കും. എന്തുകൊണ്ട് ഞങ്ങൾ ഒരേ ടൈം ലൈനിൽ വരുന്നു? അപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കും. അതായത് ഈ സിനിമയിലുള്ള പല ക്യാരക്ടേഴ്സും 100-ൽ കൂടുതലുണ്ട്. അതായത് റെജി എന്ന് പറയുന്ന ആള് ഇപ്പൊ ഈ സിനിമയിൽ എത്ര റെജീനെ കണ്ടിട്ടുണ്ടോ അതല്ലാതെ ഒരു 100 റെജി വേറെ ഉണ്ട് എന്നാണ് ജിത്തു പറയുന്നത്. അപ്പോഴാണ് അതിന്റെ എന്താണ് ഇപ്പൊ ആനന്ദ് എന്ന് പറയുന്നത് 100 ആനന്ദ് 100 ടൈം ലൈനിൽ വേറെ പല സ്ഥലങ്ങളിലുണ്ട്. അതിപ്പോ ഇവര് സ്പോയിലർ ആണ്, സിനിമ കാണാത്തവര് ഈ സ്കിപ്പ് ചെയ്യാം. ഇതൊക്കെ എങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നേ? ഇതിപ്പോ നമ്മുടെ അല്ലേ ഈ ഒരു ഐഡിയയിൽ ഇഷ്ടംപോലെ സിനിമകൾ വന്നിട്ടുണ്ട്, പുറത്തൊക്കെ സിനിമ വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ട്രൈ ചെയ്യുന്നുള്ള സംഭവമാണ്. ഇപ്പൊ നമ്മളിപ്പോ അല്ല, പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്കത് ഞാൻ ഇത്തരം സിനിമകൾ വളരെ കുറച്ചേ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിത് ജിത്തു ഈ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ, കാരണം ഇതിന്റെ തുടക്കം ജിത്തു പറഞ്ഞു തരുന്നത് നമ്മുടെ രാമായണത്തിൽ, ഐ മീൻ തുളസിദാസിന്റെ രാമചരിതമാനസ് എന്ന് പറയുന്ന ആ കൃതിയിലാണ് ഈ കാകഭുഷുണ്ടി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. അതായത് ഒരു സന്യാസി ശാപം കിട്ടിയതിന് ശേഷം അദ്ദേഹം കാക്കയുടെ തലയും അങ്ങനെയുള്ള കാക്കയുടെ രൂപത്തിലാണ് അദ്ദേഹം. അപ്പോൾ ചിരഞ്ജീവിയാണ്, കാലങ്ങളോളം ജീവിക്കും, മരിക്കില്ല ഒരിക്കലും. അപ്പൊ ആ ക്യാരക്ടർ രാമായണം 11 തവണ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ 11 തവണ വിറ്റ്നസ് ചെയ്യുന്ന സമയത്തും ഓരോ രാമായണത്തിലുള്ള ക്യാരക്ടേഴ്സിന്റെ നമ്മൾ ഇപ്പൊ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന രാമായണത്തിന്റെ പലതുണ്ട്. വാൽമീകിയുണ്ട്, അപ്പുറത്ത് അങ്ങനെ ഒരുപാട് വേർഷൻസ് ഓഫ് രാമായണം ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്.
ഇത് ഇതിനകത്ത് പറയുന്നത് ഈ 11 തവണ കാണുമ്പോഴും അതിനകത്തുള്ള ക്യാരക്ടേഴ്സ് മാറുന്നുണ്ട്. ഐ മീൻ ക്യാരക്ടേഴ്സിന്റെ ഇൻസിഡൻസ് മാറുന്നുണ്ട്. രാവണൻ തന്നെ വേറൊരു രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ട്, ആ ഇൻസിഡന്റ് വേറൊരു, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ജിത്തു അത് ആദ്യം വന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് ഭയങ്കര, അപ്പൊ ഞാൻ പക്ഷേ എനിക്കിപ്പം പറയാൻ പോകുന്നത് മറ്റേ ബാഹുബലി പോലത്തെ കഥ പക്ഷെ അങ്ങനെയല്ല, ടോട്ടലി ആ ഒരു എലമെന്റ് മാത്രം എടുത്തിട്ട്. കാരണം നമ്മുടെ മിത്തോളജിയിലുള്ള ഈ ടൈം ലൂപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന ജിത്തു ഐഡന്റിഫൈ ചെയ്ത ആദ്യത്തെ ക്യാരക്ടറാണ് ശരിക്കും ഈ കാകഭൂഷുണ്ടി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പൊ എന്നാൽ ആ ക്യാരക്ടറിനെ എടുത്തിട്ട് അതൊരു ചിരഞ്ജീവി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ശില്പത്തിൽ അങ്ങനെ ഒരു ശക്തി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ശക്തി എങ്ങനെ കാലത്തെ നിയന്ത്രിക്കും എന്ന് പറയുന്നതാണ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ജിത്തു ആ സ്ക്രീൻ പ്ലേയിൽ കൊണ്ടുവന്നത്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഫിബ്നോച്ചി സീരീസ് അതിനകത്തേക്ക് വരുന്നത്. അപ്പൊ അത് ഞങ്ങളുടെ ഡിസ്കഷനിലാണ്, ഇത് അറിഞ്ഞിട്ടാണോ ചെയ്തത്, പിന്നെ അത് ഗൂഗിൾ ചെയ്ത് അതെന്താണ് എന്നുള്ളത് ഞാൻ ജിത്തുവായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോഴാണ് ആ സീരീസ് ഇതിനകത്ത് എങ്ങനെയാണ് അതൊരു പ്രോബ്ലം സോൾവിങ് പോലെയാണ് ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് കടക്കുന്നതിന് ആനന്ദ് ഒരു വഴി കണ്ടെത്തുന്നത്. പുറത്തേക്ക് കടന്നോ എന്നുള്ളത് സിനിമ ആണെന്ന് പറയാം. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനത്തെ ഒരുപാട് ഡീറ്റെയിലിംഗ് ഉണ്ട് ആ സിനിമയിൽ. അപ്പൊ അത് ചിലപ്പോൾ ഫർദർ ഡിസ്കഷനിൽ അല്ലെങ്കിൽ ഒരു ഫർദർ ഇപ്പൊ അധ്യായം 2 വരുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ ആളുകൾക്ക് കിട്ടും. അധ്യായം 2 എവിടെ കൊണ്ടുപോയി കുരുക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അത് കുറച്ചുകൂടെ വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫർദർ ഡിസ്കഷൻസ് വരും എന്ന് വിചാരിക്കുന്നു. അല്ല, ഈ ക്യാരക്ടർ ശരിക്കും പാസ്റ്റിലോട്ടും ഫ്യൂച്ചറിലോട്ടും മൾട്ടിവേഴ്സിലോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മുടെ മിത്തോളജിയിലുള്ളത്. അപ്പൊ ആ ക്യാരക്ടറിന്റെ റെഫറൻസ് എടുത്തിട്ടാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ആ പടത്തിന്റെ ഒരു ടൈറ്റിൽ ക്രെഡിറ്റ്സ് ഉണ്ടല്ലോ, ആ ടൈറ്റിൽ ക്രെഡിറ്റ്സിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു സംഭവമാണ്. അതായത് ഇപ്പൊ ഒരു ലൂപ്പാണല്ലോ കഥ. അപ്പൊ ഈ റെജിക്ക് അറിയോ ഇതിപ്പോ അഭിനയിക്കുന്ന സമയത്ത് ഇതിപ്പോ ഞാൻ ഏതാ അഭിനയിക്കണത്, ഏത് കാലത്ത് ഞാൻ ഇപ്പൊ ജീവിക്കണം തോന്നിയോ? അത് എന്നെക്കാൾ കൂടുതൽ അത് അസ്കറായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇടയിലിടയിൽ ചോദിക്കും ഞാൻ ഏത് ലൂപ്പിലുള്ള ഞാനാണ് എന്ന് ചോദിക്കും. റെജിക്ക് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ലൂപ്പുകളിലേക്ക് റെജി പോകുന്നില്ല. റെജിയുടെ കൺഫ്യൂഷൻ അല്ലേ? അതിപ്പോ നമ്മളിപ്പോ സ്പോയിലർ ആണ് വീണ്ടും, മീൻസ് ഇപ്പൊ നമ്മൾ ആനന്ദിന്റെ പിഒവിയിലൂടെയാണ് ഇപ്പൊ പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പോയിന്റ് വരെ, ഒരു പോയിന്റ് തൊട്ട് ആനന്ദിന്റെ പിഒവിയിലാണ് പോകുന്നത്. അതായത് ഇവര് 3 പേര് നിന്നു. ഒരു സമയത്ത് ഒരു ആനന്ദ് വേറെ ടൈം ലൈനിലോട്ട് പോയി, അയാൾ പല പല കാര്യങ്ങളിലൂടെ ട്രാവൽ ചെയ്യുന്നു. സെയിം ടൈം റജിയും അശോകനും ഇതുപോലെ ട്രാവൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു പോയിന്റ് ആനന്ദിന്റെ പിഒവിയിലൂടെയാണ് പടത്തേക്ക് കാണിച്ചെങ്കിലും ഈ സെയിം പോലെ തന്നെ റജിയും പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു പിഒവിയിൽ പോകുമ്പോ റജിക്കും കൺഫ്യൂഷൻസ് ഉണ്ടായേക്കാം. കാരണം ഇതിനകത്ത് ചില ഇൻസിഡൻസ് ചെയ്യുന്ന സമയത്ത് ഉള്ള എന്റെ ചോദ്യങ്ങൾ ഞാൻ ജിത്തുവിന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ ജിത്തു അത് പറയും ഏത് സ്ഥലത്താണ് ഞാൻ ഉള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ജിത്തുവാണ്. ആർക്കൊക്കെ ഞാൻ എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം, ഏത് ലൂപ്പാണ്. തിയേറ്റർ വിസിറ്റിനൊക്കെ പോകുമ്പോ ഞങ്ങള് സാധാരണ നമ്മൾ തിയേറ്ററിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ചില ആളുകൾ ജിത്തുവിനെയും കൂട്ടി തീർച്ചയായിട്ടും ഷോർട്ട് ഫിലിമിന്റെ സമയത്ത് അപ്പൊ ഇത്ര ഒരു ഇതില്ലായിരുന്നോ? ഷോർട്ട് ഫിലിം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്ര കോംപ്ലിക്കേഷനോട്ട് പോയില്ല. മീൻസ് പടം കണ്ടവർക്കറിയാം, പടത്തിന്റെ ഒരു ഇന്റർവൽ പോർഷൻ ആണ് ഷോർട്ട് ഫിലിമിന്റെ ക്ലൈമാക്സ്. സെക്കൻഡ് ഹാഫിലാണ് കൂടുതലും പടത്തിൽ കൺഫ്യൂഷൻസ് വരുന്നത്. അപ്പൊ ആ കൺഫ്യൂഷൻസിലോട്ട് ഷോർട്ട് ഫിലിം പോയിട്ടില്ല. ഷോർട്ട് ഫിലിം കൃത്യമായിട്ട് ഒരു പോയിന്റിലേക്ക് കൊണ്ട് നിർത്തിയേക്കുവാണ്. എനിക്ക് ഷോർട്ട് ഫിലിം കാണാൻ തോന്നി. അപ്പൊ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ? അതിപ്പോ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ പടം കാണുന്ന ആൾക്കാർക്ക് ഷോർട്ട് ഫിലിം കണ്ടാൽ ചിലപ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല. മീൻസ് ചിലപ്പോൾ സ്പോയിലറുകൾ ലിസ്റ്റുകൾ ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റിയേക്കാം. അപ്പൊ ആ ഒരു കാരണമുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രൈവറ്റ്. അപ്പൊ OTT ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ കാണാൻ പറ്റുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ആദ്യം എന്താ ചെയ്തെന്ന് കാണാനുള്ള ഒരു ആകാംക്ഷയും. തീർച്ചയായിട്ടും. ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നതിന് മുമ്പേ ഷോർട്ട് ഫിലിം സെർച്ച് ചെയ്തപ്പോ കുറച്ചെന്തോ വിനീതേട്ടന്റെ ക്യാരക്ടർ ചെയ്ത ആളെ കണ്ടോ ഷോർട്ട് ഫിലിമില്? അല്ല, ആ ക്യാരക്ടർ അങ്ങനെ തന്നെ എടുത്തിട്ടല്ല സിനിമ ഇല്ല. അതായത് ആക്ച്വലി ഷോർട്ട് ഫിലിമിലുള്ള ആ 2 ക്യാരക്ടേഴ്സ്, 2 പോലീസുകാർ അതേ സെയിം ക്യാരക്ടറായിട്ട് സിനിമയിലുണ്ട്. അപ്പൊ ആകാശ് സനീഷ് എന്ന് പറഞ്ഞ 2 പോലീസുകാരാണ് ഇതേപോലെ കാണാത്തോട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു യൂണിവേഴ്സിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ വന്ന സമയത്ത് ഈ കഥയിൽ ആകാശ സനീഷും ഉണ്ട്. പക്ഷെ അവരുടെ ക്യാരക്ടേഴ്സ് ഇപ്പൊ അതിനകത്ത് പെടുന്നതായിട്ടല്ല കാണിക്കുന്നത്. ആ ക്യാരക്ടേഴ്സ് അല്ല, ഇവരുടെ ഫ്രഷ് ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഷോർട്ട് ഫിലിം ഇനി പിന്നീട് കാണുമ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. അത് വേറൊരു ടൈം ലൂപ്പിൽ കിടക്കുന്ന, വേറൊരു ടൈം ലൈനിൽ കിടക്കുന്ന ഒരു കഥയാണ് ആ ഷോർട്ട് ഫിലിം. അതല്ല സംഭവം എന്ന് പറയുന്നത് അധ്യായം എന്ന് പറയുന്ന സിനിമ. അങ്ങനെയാണ് അതും ഒരു ലൂപ്പാണ്. അങ്ങനെ വിചാരിച്ചാൽ അത് കറക്റ്റ് ആയിട്ട് ഒരു മൾട്ടിവേഴ്സ് തിയറി ആയിട്ടൊക്കെ വേണേൽ യൂസ് ചെയ്യാം. ആ ഒരു ഇതിൽ അങ്ങനെ സംഭവിച്ചവർക്ക് ഇവിടെ വരുമ്പോൾ അവർക്ക് ഷോർട്ട് ഫിലിമിലുള്ള ആക്ടേഴ്സ് ഇതിനകത്തുണ്ട്. ഞാൻ എന്തോ കടിച്ചു കണ്ടതില് 1-2 ആളെ മനസ്സിലായി. അപ്പം പ്രേക്ഷകരുടെ അടുത്ത് എനിക്കിനി പറയാനുള്ളത്, ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പറയുന്നതൊക്കെ മനസ്സിലാവണമെങ്കിൽ സിനിമ കാണണം. കാണാത്ത ആൾക്കാർ, എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. സ്ക്രിപ്റ്റും ഡയറക്ഷനും ആക്ടിങ്ങും എല്ലാം കൊള്ളായിരുന്നു. എന്താ പറയാ, അപ്പം
ഞാനിപ്പോ ലൂപ്പിലായി പോയി ഇത് ഇന്റർവ്യൂ ചെയ്തപ്പോ സിനിമേന്റെ അകത്തും അതാണ് ചെറിയൊരു ഇത്. അപ്പൊ എന്തായാലും സിനിമ കാണാം. അപ്പം താങ്ക് യു നന്ദി, താങ്ക് യു നമസ്കാരം. താങ്ക് യു